എല്ലാവർക്കും നമസ്കാരം. LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 122/21 ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റ്യൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ആദ്യം പഠിക്കുക. ഗോഡ്വിൻ ആസ്റ്റ്യൻ ആണ്, അതായത് മൗണ്ട് K2. അത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം പർവ്വതനിരയിലാണ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? അത് സത്ലജ് ആണ്. സത്ലജ് ആണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇന്ത്യയിൽ എവിടെ ചോദിച്ചാൽ ഗുജറാത്ത്. കേരളത്തിൽ എവിടെയാണ്? കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ളത് പെരിയാർ നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മലയിലാണ്. തെന്മല. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഏതു മതത്തിൽ വിശ്വസിക്കുവാനും, അതേതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലെ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്ന മൗലിക അവകാശങ്ങളിലാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് കേട്ടോ. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ചെന്തുരുണി വന്യജീവി സങ്കേതം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല കാസർഗോഡ് ജില്ലയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. 1920 നിസ്സഹകരണ സമരം. ചൗരി ചൗര സംഭവം 1922. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് 3 കേട്ടോ. കബനി, ഭവാനി, പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടത് ക്വസ്റ്റ്യൻ ഇവിടെ ഡിലീഷൻ ആണ് കേട്ടോ. ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. അതിന്റെ തെറ്റ് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരല് എന്ന് പറഞ്ഞത്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്. ഏത് യുദ്ധത്തിൽ? കുളച്ചൽ യുദ്ധത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഷാറിയ അല്ലെ. അത് തെറ്റാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ ആൻസർ ഇല്ല, ഡിലീഷൻ ആണ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്? 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തിനെതിരെ ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം നീൽ ദർപ്പണാണ് കേട്ടോ. രണ്ടും പഠിക്കണം. നീൽ ദർപ്പൺ എന്ന നാടകം ആരുടെയെന്ന് ചോദിച്ചാൽ ദീനബന്ധു മിത്രയുടേതാണ്. ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു. നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള.
താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര്? ലാലാ ലജ്പത് റായ് ആണ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 21A ആണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26-ാം തീയതിയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗമാണ് പ്രവർത്തനം ആരംഭിച്ചത്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ ആണ് കേട്ടോ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 29 30 ന്യൂനപക്ഷങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. അവരുടെ സാംസ്കാരികമായ ഇത് 29 വിദ്യാഭ്യാസ കാര്യങ്ങൾ പറയുന്നത്. അവർക്ക് വേണ്ടി വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ദേശീയമാണ് കേട്ടോ. ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ അത് ഏതാണ്? നിസ്സഹരണ സമരം കേട്ടോ. നിസ്സഹരണ സമരം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ബന്ധം ഇല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഇപ്പൊ നമുക്കറിയാം സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തത് രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തത് രാജാറാം മോഹൻ റോയ് ആണ്. ബന്ധം ഇല്ലാത്തത് ഏത് എന്നാണ് അല്ലെ. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ എന്ത് ചെയ്യണം? മാറ്റണം അല്ലെ. മാറ്റി. ഇനി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ 2 വരുന്ന ഓപ്ഷൻ മാറ്റണം അല്ലെ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ 2 എന്നുള്ളത് മാറ്റി. ഇനി സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. ശരിയാണ് അല്ലെ. 3. അപ്പൊ 3 വരുന്നതും ഒഴിവാക്കണം. ഇവിടെ ആൻസർ ഏതാ വരിക? 4 ആണ് കേട്ടോ. ഒഡീഷയിൽ ജനിച്ചു എന്നതാണ് തെറ്റായ പ്രസ്താവന. താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ഉപ്പു സത്യാഗ്രഹം ഉണ്ട് അല്ലെ. ദണ്ഡി യാത്ര. ആ ദണ്ഡി യാത്രയില് ഏതൊക്കെ മലയാളികളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? സി കൃഷ്ണൻ നായർ, പിന്നെ സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളും കേട്ടോ. സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ്. 1ഉം 3ഉമാണ്. താഴെ പറയുന്നവയിൽ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട നിയമം പ്രസ്താവന. 1919 റൗലറ്റ് ആക്ട്. അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇതെല്ലാം SCERT ആണ് കേട്ടോ. അതിൽ ആൻസർ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഈ റൗലറ്റ് ആക്ടില് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം അല്ലെ. വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. ആരെ? ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ ഏത് സമയത്തും എപ്പോഴും അറസ്റ്റ് ചെയ്യാം. അത് റൗലറ്റ് ആക്ടിൽ പറഞ്ഞ കാര്യമാണ് അല്ലെ. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പിന്നെന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പിന്നെ പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ ഒക്കെ ഇന്ത്യക്കാർക്ക് എതിരെ നടന്നതാണ് കേട്ടോ. 1ഉം 2ഉം 4ഉമാണ്. 1909 1919 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ഏതൊക്കെ മേഖലകളിലാണ് തൊഴിൽ ലഭ്യത കൂടി വരുന്നത്? ഒരു 3 സെക്ടർ ഉണ്ട് അല്ലെ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല അല്ലെ. അത് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഏതൊക്കെ മേഖലയിലാണ് തൊഴിൽ മേഖല കൂടി വരുന്നത്? ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും. കാരണം കൃഷിയൊക്കെ ഒഴിവാക്കി വരികയാണ് അല്ലെ പലരും. ലാസ്റ്റ് എന്താകും അവസ്ഥ? ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ് തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ കേട്ടോ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
ഭക്ഷ്യ ഉൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായമാണ് വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത്. കാലാവസ്ഥ വരുന്ന മാറ്റം ഭക്ഷ്യോൽപാദനത്തെ ബാധിക്കില്ലേ? യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ ബാധിക്കും. പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം ബാധിക്കും. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ചയെ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കണോമി. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്ന യോജന, AAY. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതായ സംസ്ഥാനം 42 കേരളമാണ്. സുസ്ഥിര വികസന സൂചികയിൽ എപ്പോഴും കറണ്ട് അഫയറിലും ഒക്കെ എന്ത് തന്നെയാണ്? കേരളം തന്നെയാണ് കേട്ടോ. ഇനി GDP വലിയ സംഭാവന മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം 2021 GDP-യില് കറണ്ട് അഫയർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സേവന മേഖലയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? GDP-യില് സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. ഇതും കറണ്ട് അഫയർ സുസ്ഥിര വികസന സൂചിക 23-24 ഒക്കെ നമ്മുടെ കേരളം തന്നെയാണ് ഒന്നാമത്. ഇനി തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? തീരവും ചുഴിയും. സച്ചിദാനന്ദന്റെ അല്ല, ഇത് തെറ്റാണ്. വീണപൂവ് കുമാരനാശാന്റേതാണ്. ആ മനുഷ്യൻ നീ തന്നെ CJ തോമസിന്റേതാണ്. നിലാവിന്റെ നാട്ടിൽ അഷിതയുടെ ആണ് കേട്ടോ. വീണപൂവ് കുമാരനാശാന്റേതാണ്. ആ മനുഷ്യൻ നീ തന്നെ CJ തോമസിന്റേതാണ്. നിലാവിന്റെ നാട്ടിൽ അഷിതയുടെ ആണ്. ഇനി ശരിയായ ക്രമം ഏത്? ഇവിടെ മെഗാബൈറ്റ്, കിലോബൈറ്റ്, ജിഗാബൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ആൻസർ C ആണ് കേട്ടോ. 1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റ് ഒരു ടിഗാബൈറ്റ് ആണ് അല്ലെ? എങ്ങനെയാ പറയാ? KMGT അല്ലെ? KMGT ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? KMGT കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടിഗാബൈറ്റ്. എലൈൻ തോംസണുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? എലൈൻ തോംസണുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അതില് ഇതാണ് തെറ്റായ പ്രസ്താവന കേട്ടോ. ജമൈക്കൻ കായിക താരമാണ് എലൈൻ തോംസൺ. ടോക്കിയോ ഒളിമ്പിക്സില് 200 മീറ്റർ ഫൈനലിൽ 21.53 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യത്തെ വനിത കൂടിയിട്ടാണ് എലൈൻ തോംസൺ. ജമൈക്കൻ കായിക താരമാണ്. ജമൈക്കൻ കായിക താരമാണ് എലൈൻ തോംസൺ. ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യത്തെ വനിതയാണ്. ഓക്കെ, ഇനി താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിച്ചിട്ട് ശരിയായ പ്രസ്താവന എഴുതുക. ഇവിടെ വസ്തു pH മൂല്യമൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ചാരവും തേയിലയും കുടിവെള്ളവും സോപ്പും ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ? ഇതിൽ ഏതാണ് ആസിഡ് സ്വഭാവം, ഏതാണ് ആൽക്കലി സ്വഭാവം? 7ൽ കൂടിയാൽ ആൽക്കലി സ്വഭാവം, 7ൽ കുറഞ്ഞാൽ എന്താണ്? ആസിഡ് സ്വഭാവമാണ് അല്ലെ? ആൻസർ ഏതാണ്? കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. കണ്ടോ, കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവന. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം ഏതാണ്? ആസിഡ് ആണെങ്കിൽ നമ്മുടെ വയറിതാവും അല്ലെ? നമുക്ക് ഗ്യാസ് ട്രബിൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കുടിവെള്ളം എന്ന് പറയുന്നത് pH 8 ആണ്, 7ൽ കൂടുതലാണ് അല്ലേ? ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന കാവ്യം ഭരതനാട്യമാണ്. ആദ്യകാലത്തെ മിന്റേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം, മിന്റേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം വോളിബോൾ ആണ്. ഏതാണ്? വോളിബോൾ ആണ് മിന്റേനെറ്റ. ചോദ്യം, പത്മശ്രീ 2021 ലഭിച്ച ധനഞ്ജയ്
ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത് എന്നാണ് ചോദ്യം. ഏത് മേഖലയിലാണ് അവർ സംഭാവന നൽകിയത്? ആദിവാസികൾക്കായിട്ടുള്ള ആതുര സേവനത്തിലാണ് കേട്ടോ. അപ്പൊ 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കിയാൽ കറണ്ട് അഫെയർ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആകെ പത്മശ്രീ വിഭാഗങ്ങളിലായിട്ട് 131 സിവിലിയൻ ബഹുമതികളാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതില് 5 പത്മവിഭൂഷൺ, 5 എണ്ണം പത്മവിഭൂഷണും 13 എണ്ണം പത്മഭൂഷൺ പുരസ്കാരവും പിന്നെ 113 പത്മശ്രീ അവാർഡുമാണ് നൽകിയത്. അങ്ങനെ 131 കേട്ടോ. 5 വിഭൂഷൺ, 13 ഭൂഷൺ, പിന്നെ 113 മേലെ ഒന്നിട്ടാ മതി. 113 പത്മശ്രീ 2026 പറയുന്നത്. അതിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. പത്മശ്രീ പുരസ്കാരം, ഇവിടെ പത്മശ്രീ ആയതുകൊണ്ടാണ് പത്മശ്രീ പറയുന്നത്. 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് കേട്ടോ. ഇന്ത്യൻ നമ്മൾ എല്ലാവരും ഈ എന്താ പറയാ പത്മശ്രീയിൽ 113 പേരെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം അതില് നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം പഠിക്കുക. രോഹിത് ശർമ്മ, ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും സവിത പുനിയ ആരാണ്? വനിതാ ഹോക്കി താരമാണ്. ഇങ്ങനെയായിരിക്കും ചോദ്യം വരുമ്പോൾ കണ്ടോ, അവര് ഏത് മേഖലയിലാണ് പ്രശസ്തം എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാണെങ്കിലേ ആൻസർ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ സവിത പുനിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹോക്കി താരമാണ് കേട്ടോ. വനിതാ ഹോക്കി താരമാണ് സവിത പുനിയ. ഹർമൻ പ്രീത് കൗർ അല്ലെ, ഹർമൻ പ്രീത് കൗർ അവർ ഏതാണ്? ഗുസ്തി താരമാണ് കേട്ടോ. ഗുസ്തി താരമാണ്. ഇവർക്കാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചിട്ടാണ് അല്ലെ പത്മ പുരസ്കാരങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രപതി സമ്മാനിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പത്മശ്രീ പുരസ്കാരം നേടിയത് രോഹിത് ശർമ്മ, ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ, സവിത പുനിയ വനിതാ ഹോക്കി താരം, ഹർമൻ പ്രീത് കൗർ ഗുസ്തി താരമാണ്. ഇനി ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളില് ഈ 3 സിവിലിയൻ ബഹുമതിയാണ് പത്മ പുരസ്കാരം എന്ന് പറയുന്നത്. അതിൽ 3 സിവിലിയൻ ബഹുമതികളാണ് പത്മശ്രീയും. എങ്ങനെയാ നമ്മൾ ഓർഡർ പഠിക്കുക? ആദ്യം പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, അങ്ങനെയാണ് അല്ലെ. അപ്പൊ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇത് പത്മവിഭൂഷൺ എന്ന് പറയുന്നത്. 2026 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായത് ഒന്ന് നമ്മുടെ VS അച്യുതാനന്ദൻ, മുൻ കേരള മുഖ്യമന്ത്രി അന്തരിച്ചു. മരണാനന്തരമാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത് VS അച്യുതാനന്ദനും. പിന്നെ ധർമ്മേന്ദ്ര സിംഗ് ഡിയോള് അതും മരണാനന്തരമാണ്. അദ്ദേഹം നടനാണ് കേട്ടോ. ഇവര് ഒരു നടനാണ്. ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ മുതിർന്ന നടനാണ്. മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മരണാനന്തരം കിട്ടി. ഇനി N രാജം, അദ്ദേഹം വയലിനിസ്റ്റ് ആണ് കേട്ടോ. ആര്? N രാജം. അതുപോലെ KT തോമസ് സുപ്രീം കോടതി ജഡ്ജിയാണ്. പിന്നെ P നാരായണൻ, അദ്ദേഹം എഴുത്തുകാരനാണ് കേട്ടോ. എഴുത്തുകാരനൊക്കെ നന്നായി പഠിക്കണം, ചോദ്യങ്ങൾ വരും. അപ്പൊ പത്മവിഭൂഷൺ പുരസ്കാരം നൽകിയതില് മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉണ്ട്. ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ അതും മരണാനന്തരമാണ്, നടനാണ്. N രാജം വയലിനിസ്റ്റ് ആണ്. P നാരായണൻ എഴുത്തുകാരനാണ്. KT തോമസ് സുപ്രീം കോടതി ജഡ്ജിയാണ്. ഇനി പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? പത്മഭൂഷൺ പുരസ്കാരം ഗായികയായിട്ടുള്ള അൽക്ക യാഗ്നിക്, ആർട്ട് അല്ലെ, ഗായികയാണ് കേട്ടോ. ഗായികയായിട്ടുള്ള അൽക്ക യാഗ്നിക്, പിന്നെ നമ്മുടെ മമ്മൂട്ടി, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ, വിജയ അമൃതരാജ് കേട്ടോ. ഇവർക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പുരസ്കാരം. വിജയ അമൃതരാജ് കേട്ടോ, അതായത് ടെന്നീസ് ഐക്കൺ ആണ് കേട്ടോ. വിജയ അമൃതരാജ് എന്ന് പറയുന്നത് ടെന്നീസ് ഐക്കൺ ആണ്. മമ്മൂട്ടി, അൽക്ക യാഗ്നിക്, വെള്ളാപ്പള്ളി നടേശൻ, വിജയ് അമൃതരാജ്. അതുപോലെ മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗത് സിംഗ് കോശ്യാരിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വ്യവസായി ആയിട്ടുള്ള ഉദയ് കൊടക്കിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പത്മശ്രീ പുരസ്കാരങ്ങളാണ്. ഉദയ് കൊടക്ക്, അതുപോലെ മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗത് സിംഗ് കോശ്യാരി, പീയൂഷ് പാണ്ഡെ, ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ
ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപം എന്താണ്? IPCCയുടെ പൂർണ്ണ രൂപം ഇന്ത്യ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഏതാണ്? ഫസ്റ്റ് ബെൽ 2.0. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് പല്ലിന്റെ ഭാഗമായിട്ടുള്ള ഇനാമൽ. കോഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? കോഷിയോർക്കറിന് കാരണം പ്രോട്ടീനിന്റെ കുറവാണ് കേട്ടോ. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കോഷിയോർക്കർ എന്ന രോഗത്തിന് കാരണമാകും. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. ഏതാണ്? നെല്ലിന്റെ സങ്കര ഇനമാണ് പവിത്ര. സൈലന്റ് 3 വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം സൈലന്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിലാണ്. മണ്ണാർക്കാട് താലൂക്കിലാണ്. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ് ഇവിടെ ആൻസർ ശരി. 1, 3. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ഇവിടെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഭക്ഷ്യശൃംഖലയിൽ ഉൾപ്പെടുന്ന കണ്ണി, ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയാണോ? അല്ല, സസ്യാഹാരികളാണ് അല്ലെ, സസ്യങ്ങളാണ് അല്ലെ എപ്പോഴും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. COVID-19 എന്ന രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ചൈനയിലാണ്. 2021 പരിസ്ഥിതി അവിടെ നിൽക്കട്ടെ, നമുക്ക് കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. കഴിഞ്ഞ വർഷം 2025 53ാമത് പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദിയായത് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ് കേട്ടോ. കഴിഞ്ഞ വർഷം 2026 അല്ലേ, 2025 വേദി പരിസ്ഥിതി ദിനാഘോഷത്തിന് വേദി റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. അതിന്റെ തീം വന്നിട്ട് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് കേട്ടോ. റിപ്പബ്ലിക് ഓഫ് കൊറിയ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇനി ഈ വർഷം 2026 പരിസ്ഥിതി ദിനാഘോഷം വരുന്നേ ഉള്ളൂ അല്ലെ, ജൂൺ 5-നാണ്. അത് നടക്കുന്നത് അസർബൈജാനിൽ വെച്ചിട്ടാണ് കേട്ടോ. അസർബൈജാനിലാണ്. അതിന്റെ തീം ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് എന്നതാണ്. നെക്സ്റ്റ് 2027 അടുത്ത വർഷം പരിസ്ഥിതി ദിനാഘോഷത്തിന് വേണ്ടി സെർബിയ ആണ്. പഠിച്ചല്ലോ. 2025 ആദ്യം പഠിക്കുക, എന്നിട്ട് 26 പഠിച്ച് 27 പഠിക്കുക. ഇവിടെ എന്താ പഠിക്കേണ്ടത്? റിപ്പബ്ലിക് ഓഫ് കൊറിയ കേട്ടോ. റിപ്പബ്ലിക് ഓഫ് കൊറിയ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 26 അസർബൈജാൻ ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ്. 2027 സെർബിയയിലാണ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്ലാസ് ആണ്? ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ഘർഷണ ബലമാണ് കേട്ടോ. ഘർഷണ ബലമാണ്. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ബ്യൂട്ടെയിൻ ആണ്. ഏതാണ്? ബ്യൂട്ടെയിൻ. ഏത് പദാർത്ഥം ഉപയോഗിച്ചിട്ടാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്? ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇത് പഠിച്ചതാണ്. വീണ്ടും ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിരിക്കുന്നുണ്ട് കണ്ടോ. ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ എന്തായാലും വരും. എല്ലാവരും പറയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നും പഴയ പോലെ ഇപ്പൊ ഇല്ല. അത് വെറും തോന്നല് മാത്രമാണ്. ഒരു ആദ്യം പഠിക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ 21 to 26 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആക്കി വെച്ചോ. നല്ല മാർക്ക് കയ്യിലിരിക്കും. അത് ഏതാണ്? ഏത് പദാർത്ഥം ഉപയോഗിച്ചിട്ടാണ് ജോസഫ് പ്രീസ്റ്റ്ലി? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നതാണിത്. മെർക്കുറിക് ഓക്സൈഡ് ആണ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായിട്ട് ആരംഭിച്ച മിഷൻ. ശുക്രനെ കുറിച്ച് പഠിക്കാനായിട്ട് ആരംഭിച്ചത് എൻവിഷൻ ആണ്. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതാണ്? ഏതാണ്? മങ്കദെച്ചു ജലവൈദ്യുത പദ്ധതി. ജലജന്യ രോഗം 1, 3, 4 ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പൈറോസിസ് അല്ലെ, ലെപ്റ്റോസ്പൈറോസിസ്. ഈ 4 ജലജന്യ രോഗം.
മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും അല്ലെ, നിപ്പയും ജപ്പാനീസ് എൻസെഫലൈറ്റിസും. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്താണ്? എന്താ നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്? ഓറൽ റീഹൈഡ്രേഷൻ അല്ലെ, ORS ആണ്. ഇനി ആർജം ദൗത്യത്തിന്റെ ലക്ഷ്യം ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം. ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ്. pH 7 8 എന്തായാലും 7 കൂടുതലും ആയിരിക്കണം എന്ത് pH മൂല്യം എന്ന് പറഞ്ഞു. ശുദ്ധജലം നമ്മൾ നേരത്തെ പറഞ്ഞു ആൽക്കലി സ്വഭാവമാണ് എന്ന് പറഞ്ഞു അല്ലെ. കുടിവെള്ളമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? pH 8 എന്ന് പറഞ്ഞു അല്ലെ. ശുദ്ധജലം pH 7. മനുഷ്യ ശരീരത്തിലെ ബാഹ്യ പരാതമാണ്, പുറത്ത് കാണുന്ന ഒരു പരാതമാണ് അല്ലെ പേന്. അശ്വമേധം, ബാക്ടീരിയ ഒക്കെ നമ്മുടെ ഉള്ളിൽ കാണും, വൈറസ് കാണും, വിരക്കുള്ളിലല്ലേ. അശ്വമേധം പ്രചാരണ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം കുഷ്ഠമാണ്. സാന്ത്വന പരിചരണം നൽകുന്നത് ആർക്കാണ്? സാന്ത്വന പരിചരണം കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം പ്രമേഹം. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത നിശാന്തത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതൊക്കെയാണ് വരിക? 1ഉം 2ഉം ട്ടോ. കോവാക്സിനും കോവിഷീൽഡുമാണ്. 21 കേരളത്തിൽ പുതുതായിട്ട് ഉയർന്നു വന്ന രോഗം സിക്ക വൈറസ്. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് കേരളം നേടിയത്? ഏത് അവാർഡാണ് ഐക്യരാഷ്ട്ര UNOയിൽ നിന്നും നമ്മുടെ കേരളം നേടിയത്? ജീവിതശൈലി രോഗ നിയന്ത്രണത്തിലാണ് കേട്ടോ. ഏത് അവാർഡാണ് നേടിയത് ചോദിച്ചാൽ, പക്ഷെ ജീവിതശൈലി രോഗ നിയന്ത്രണം ഇപ്പോ നല്ല രീതിയിൽ ജീവിതശൈലി രോഗം കൂടുതലുള്ളത് കേരളത്തിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ 80 ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടിങ്ങനെ 26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും LGS ലെവലിൽ ആദ്യം വേഗം തീർത്തിട്ട് നമുക്ക് LD നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. എക്സാം ആകുമ്പോഴേക്കൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി നമ്മൾ 10 to 11 ആണ്, 11-നുള്ളിലാണ് നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോ കുറച്ച് സമയം ലേറ്റ് ആണ്. ചില സമയങ്ങളിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പരമാവധി 10 മണിക്ക് തന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സുകളുണ്ട്, SCRT ക്ലാസ്സുകളുണ്ട്, എല്ലാം ഇഷ്ടം പോലെ. ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. ഒക്കെ ഒന്ന് പ്രയോജനപ്പെടുത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.